നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാദിബിനെയും വധിച്ചെന്ന് റിപ്പോർട്ട്. സ്ഥിരീകരിക്കാതെ ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം തുടരുന്നു. ഖത്തറിലും UAE-യിലും പെരുന്നാളിന് ഈദ് നമസ്കാരം പള്ളികളിൽ മാത്രമാക്കി ചുരുക്കി. റദ്ദാക്കിയ 10ാം ക്ലാസ് പരീക്ഷാഫലം ഫെബ്രുവരി 28 വരെ നടന്ന പരീക്ഷകളിൽ നിന്നുള്ള പ്രകടനത്തെ അടിസ്ഥാനമാക്കി നിശ്ചയിക്കുമെന്ന് CBSE. ഗൾഫ് രാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ സംഘർഷ സാഹചര്യവും സമാധാന നീക്കങ്ങൾ ഊർജിതമാക്കേണ്ടതും UAE, കുവൈറ്റ് രാഷ്ട്ര നേതാക്കളുമായി ചർച്ച ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതവും ചർച്ചാ വിഷയമായി. സൗദിയിൽ മാസപ്പിറവി കണ്ടില്ല. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മാസപ്പിറവി മറ്റന്നാൾ. ഒമാനിൽ ഔദ്യോഗികമായി മാസപ്പിറവി കണക്കാക്കുന്നത് നാളെ. കെ സുധാകരൻ, അടൂർ പ്രകാശ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായില്ല. KC വേണുഗോപാൽ കെ സുധാകരനുമായി സംസാരിച്ചു. തർക്കസ്ഥലങ്ങൾ ഒഴിച്ചിട്ടേക്കും. കെ സുധാകരനെ വിമർശിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് മുല്ലപ്പള്ളി. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് പിന്നാലെ പോസ്റ്ററുകൾ അടിച്ചിറക്കി മുഹമ്മദ് ഷിയാസ്. ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത CPM. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാൻ തയ്യാറെന്ന് ജില്ലാ നേതൃത്വം. രണ്ടത്താണിക്ക് തിരൂരങ്ങാടിയോ പള്ളിക്കുന്നോ നൽകുമെന്ന സൂചന. സീറ്റ് കിട്ടാത്തവരുടെ പരസ്യ പ്രതികരണം വൈകാരിക പ്രകടനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPM നേതാക്കളുമായി നല്ല ബന്ധമെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാദിബിനെയും വധിച്ചുവെന്ന് ഇസ്രായേൽ. ഇക്കാര്യത്തിൽ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവകാശവാദം സത്യമെങ്കിൽ 2 ദിവസത്തിന്റെ വധിക്കുന്ന ഇറാന്റെ 3ാമത്തെ ഉന്നത നേതാവാണ് ഇസ്മായിൽ ഖാദിബ്. ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനിയെയും ബാസിറ്റ് പാരാമിലിറ്ററി ഫോഴ്സ് തലവൻ ഗുലാം റിസ സുലൈമാനിയെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വധിച്ചിരുന്നു. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കുന്നതിന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സൈന്യത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഖത്തറിലും UAE-യിലും പെരുന്നാളിന് ഈദ് നമസ്കാരം പള്ളികളിൽ മാത്രമാക്കി ചുരുക്കി. ഗൾഫ് രാഷ്ട്ര നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. മേഖലയിലെ സംഘർഷ സാഹചര്യം സംബന്ധിച്ചും സമാധാന നീക്കങ്ങൾ ഊർജിതമാക്കേണ്ടത് സംബന്ധിച്ചും പ്രധാനമന്ത്രി UAE, കുവൈറ്റ് രാഷ്ട്ര നേതാക്കളുമായി സംസാരിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതവും ചർച്ചാ വിഷയമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി X-ൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം സംബന്ധിച്ച് ഇരു നേതാക്കളും സംസാരിച്ചു. UAE-ക്ക് നേരെ നടന്ന ആക്രമണ ശ്രമങ്ങളെ അപലപിച്ച നരേന്ദ്രമോദി ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം സുഗമമാക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഷെയ്ഖ് മുഹമ്മദുമായി ചർച്ച നടത്തി. മേഖലയിലെ സമാധാനം, സുരക്ഷിതത്വം, സ്ഥിരത എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി X-ൽ കുറിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അൽ സബായുമായും പ്രധാനമന്ത്രി സംസാരിച്ചു. കുവൈറ്റിന്റെ പരമാധികാരത്തിന് നേരെ നടന്ന ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മേഖലയിലെ സമാധാനത്തിന് നയതന്ത്ര ഇടപെടലുകൾ പ്രധാനമാണെന്ന് ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി. ഹോർമുസ് ഗതാഗതം സുഗമമാക്കുന്നതിനാണ് പ്രഥമ പരിഗണന എന്ന് ഇരു നേതാക്കളും സമ്മതിച്ചതായും പ്രധാനമന്ത്രി കുറിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് നൽകുന്ന സുരക്ഷിതത്വത്തിന് പ്രധാനമന്ത്രി കുവൈറ്റ് കിരീടാവകാശിക്ക് നന്ദി അറിയിച്ചു. ഇരു നേതാക്കൾക്കും നരേന്ദ്രമോദി ഈദ് ആശംസകളും നേർന്നു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ റദ്ദാക്കിയ CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം ഫെബ്രുവരി 28 വരെ നടന്ന പരീക്ഷകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി നിശ്ചയിക്കുമെന്ന് CBSE അറിയിച്ചു. ഇറാൻ, US, ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട പരീക്ഷകളിൽ ചിലതാണ് CBSE നേരത്തെ റദ്ദാക്കിയത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, ബഹ്റിൻ, ഇറാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ CBSE 10ാം ക്ലാസ് പരീക്ഷകളിൽ ചിലതാണ് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സംഘർഷത്തെ തുടർന്ന് റദ്ദാക്കിയത്. ഫെബ്രുവരി 17 മുതൽ 28 വരെയുള്ള പരീക്ഷകളെല്ലാം നടന്നിരുന്നു. ഗണിതം, ഇംഗ്ലീഷ്, സയൻസ് എന്നിവയുൾപ്പെടെ 6 അക്കാദമിക് വിഷയങ്ങളും 16 ഭാഷകളും 22 നൈപുണ്യ വിഷയങ്ങളും ഇതിലുണ്ട്. ഈ പരീക്ഷകളിൽ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും അന്തിമഫലം തയ്യാറാക്കുക. സ്കൂളുകൾ ഇതിനകം അപ്ലോഡ് ചെയ്ത ഇന്റേണൽ അസസ്മെന്റ് മാർക്കുകളും അന്തിമഫലത്തിൽ ഉൾപ്പെടുത്തും. ഫെബ്രുവരി 28 വരെയുള്ള എല്ലാ പരീക്ഷകളും എഴുതിയ വിദ്യാർത്ഥികളുടെ ഫലം ആ പരീക്ഷകളിലെ അവരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി നിശ്ചയിക്കും. കുറഞ്ഞത് 4 പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം മികച്ച 3 റിസൾട്ടുകളുടെ ശരാശരി അടിസ്ഥാനമാക്കി ആയിരിക്കും. സമാനമായി 3 പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളുടേത് 2 പരീക്ഷകളുടെ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയാവും പ്രഖ്യാപിക്കുക.
2 പരീക്ഷകൾ മാത്രം എഴുതിയ വിദ്യാർത്ഥികളുടേതും സമാനമായ രീതിയിൽ പ്രഖ്യാപിക്കും. ഗൾഫ് രാജ്യങ്ങളിലെ +2 പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട് ഉണ്ടാകുമെന്നും CBSE അറിയിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. കുവൈറ്റിന്റെ സുസ്ഥിരത തകർക്കാൻ ശ്രമിക്കുന്ന ഏത് നീക്കത്തെയും തകർക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹ്. ഹിസ്ബുള്ളയുമായുള്ള ബന്ധപ്പെട്ട തീവ്രവാദ സെല്ലിനെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പിടികൂടിയ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാജ്യത്തിന്റെ സുരക്ഷ അതീവ ജാഗ്രതയിലാണെന്നും അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സുരക്ഷാ ഏജൻസികളും സജ്ജമാണെന്നും ഷെയ്ഖ് ഫഹദ് അറിയിച്ചു. ഭീകരവാദ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ അവ തകർക്കുന്ന മുൻകൂർ നടപടി രാജ്യത്തിന്റെ സമാധാനം ഉറപ്പാക്കാൻ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിന്റെ സുരക്ഷ വിട്ടുവീഴ്ചയില്ലാത്ത റെഡ് ലൈനാണെന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർ നിയമത്തിന് മുന്നിൽ രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത സർക്കാർ സ്ഥാപനങ്ങളുടെ ജോലി സമയത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് സിവിൽ സർവീസ് കമ്മീഷൻ ഉത്തരവിട്ടു. പുതിയ നിർദ്ദേശപ്രകാരം പ്രതിദിന ജോലി സമയം 1 മണിക്കൂർ കുറച്ച് 6 മണിക്കൂറായി നിജപ്പെടുത്തി. ഈദ് അൽ ഫിത്തർ അവധിക്ക് ശേഷമായിരിക്കും പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരിക. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ദിവസം 6 മണിക്കൂർ മാത്രമായിരിക്കും ഔദ്യോഗിക പ്രവൃത്തി സമയം. ഓഫീസുകളിൽ 30% കൂടുതൽ ജീവനക്കാർ പാടില്ലെന്ന കർശന നിയന്ത്രണം തുടരും. ജീവനക്കാർ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ജോലിക്കെത്തണം. സാധ്യമായ മേഖലകളിൽ വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കും. അതേസമയം ഫ്ലെക്സിബിൾ ജോലി സമയത്തിലും ഹാജർ രേഖപ്പെടുത്തുന്ന രീതിയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഈ താൽക്കാലിക ക്രമീകരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ മാസപ്പിറവി കണ്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ വെള്ളിയാഴ്ചയാണ്. ഒമാനിലെ മാസപ്പിറവി നിരീക്ഷണം നാളെ നടക്കും. അയോധ്യയിൽ സരയൂ തീരത്ത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ഭക്തരും പങ്കെടുത്ത ധ്യാനവും ഭജനയും നടന്നു. നാളെ രാമക്ഷേത്രത്തിൽ രാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങിലും പ്രത്യേക പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ വിശിഷ്ടാതിഥിയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നിന്നും പ്രത്യേകം ട്രെയിനിൽ രാമജന്മഭൂമിയിലെത്തിയ അമ്മയും ഭക്തരും ഇന്നലെ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അമ്മ അയോധ്യയിലെത്തിയത്. പെരുന്നാൾ ദിനത്തിൽ സൗദിയിലെങ്ങും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇത് കാരണം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസും പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകൾക്ക് പകരം പള്ളികളിൽ നമസ്കരിക്കണമെന്ന് സൗദി മതകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ തിങ്കളാഴ്ച വരെയാണ് മഴയ്ക്ക് സാധ്യത. മഴ കാരണം തുറന്ന സ്ഥലങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടത്തേണ്ടതില്ല എന്ന് മതകാര്യ വകുപ്പ് അറിയിച്ചു. മലബാർ അടുക്കള ജിദ്ദ ചാപ്റ്ററിന്റെ ഇഫ്താർ കുടുംബ സംഗമം ശ്രദ്ധേയമായി. ഷറഫിയ ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ജിദ്ദയിലെ വിവിധ തുറകളിൽപ്പെട്ട നിരവധി പേർ പങ്കെടുത്തു. മലബാർ അടുക്കള ജിദ്ദ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും മോഡറേറ്ററുമായ കുബ്ര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ മലബാർ അടുക്കള അംഗമായ ഷമീമയുടെ മകൻ ആദിൽ ഖുറാൻ മനഃപ്പാഠമാക്കിയതിന്റെ മൊമെന്റോ നൽകി ആദരിച്ചു. ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി റമദാൻ സന്ദേശം നൽകി. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ വളയനാട് കൊമ്മേരി മേത്താട്ട് താഴം റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ. ഇതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ ഇടുങ്ങിയ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് കൊമ്മേരി നിവാസികൾ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. കൊമ്മേരി മേത്തോട് താഴം വഴി 24 മീറ്റർ വീതിയിൽ ബൈപ്പാസ് റോഡ് വരുമെന്ന വാഗ്ദാനമാണ് പാഴ്വ കൈമാറിയത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ അത് 18 മീറ്ററായി ചുരുങ്ങി. എന്നിട്ടും ബൈപ്പാസ് റോഡ് നവീകരണം പൂർത്തീകരിക്കാനായിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വളരെ ഗതിയിൽ ചടങ്ങുകളൊക്കെ നടത്തും. പിന്നെ ഇതാണ് ഇപ്രാവശ്യം ഈ കഴിഞ്ഞ MLA വാഗ്ദാന ലംഘനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റോഡ് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് വാങ്ങി ജയിച്ചു പോയ ഇവിടുത്തെ MLA പോലും ഈ ഇതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത്. 50 വർഷത്തോളമായി റോഡ് നവീകരണം മുടങ്ങിക്കിടക്കുന്നതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊമ്മേരി നിവാസികൾ. തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് മടങ്ങാറുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾ മാത്രം നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഒരു 19 വർഷം മുൻപേ എൻ്റെ കൊച്ചുപ്രായത്തിൽ തന്നെ ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്തും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരുന്നു. നാട് മുഴുവൻ, ഭാരതം മുഴുവൻ നിരവധി വികസന പ്രവർത്തനം നടക്കുമ്പോഴും റോഡിൻ്റെ കാര്യത്തിൽ വികസനം നടത്തുമ്പോഴും ഈ കൊമ്മേരി ദേശത്തിന് ഇങ്ങനെയുള്ളൊരവസ്ഥയാണ്
വലിയ വികസനമുള്ള റോഡിലേക്ക്, അതായത് 6 വരി പാതയിലേക്ക് എത്താൻ പാകത്തിലുള്ള ഈ റോഡ് ഇന്നും വികസന മുരടിപ്പിൽ കിടക്കുകയാണ്. ഇത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യമായതുകൊണ്ട് പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാതെ തന്നെ നമ്മളിൽ സംസാരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെല്ലാം തന്നെ കൈകോർത്തുകൊണ്ട് ഇവിടെ ഒരു വികസനം കൊണ്ടുവരണം എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. റോഡിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് പോലും കൃത്യമായി പൂർത്തീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പ് ഇതെല്ലാം അക്വിസിഷൻ പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ മാമാങ്കം നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും 13 ഭൂമി ഉടമകൾക്ക് ഇപ്പോഴും ഇതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൊടുത്ത് തീർത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ അക്വിസിഷൻ പൂർത്തിയാകുകയുള്ളൂ. ഇത് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ ടെൻഡർ കൊടുക്കാനും കഴിയുള്ളൂ. ഒരു മഴ പെയ്താൽ പോലും പെട്ടെന്ന് വെള്ളം കയറുന്ന കൊമ്മേരിയിൽ അതിനുവേണ്ട പരിഹാരവും കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വെള്ളമൊക്കെ കിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 3 ബസ്സാണ് ഓടുന്നത്. ആ ബസ് നിൽക്കും, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. അങ്ങനെ വ്യാപാരികളാണെങ്കിൽ വെള്ളം കയറിയിട്ട് ഇതുവരെ ഒരു നഷ്ടപരിഹാരം കൊല്ലം അപേക്ഷ പൂരിപ്പിച്ച് വാങ്ങുന്നല്ല. വ്യാപാരികൾക്ക് വെള്ളം കയറി നഷ്ടം സംഭവിച്ച ഒരു നഷ്ടപരിഹാരം ഒരു സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ഈ റോഡിലൂടെ പോകുന്ന വണ്ടികളുടെ എണ്ണവും കൂടുതലാണ്. മണ്ഡലത്തിൽ വലിയ വികസന നേട്ടങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് MLAയുടെ വാദം. എന്നാൽ പലയിടങ്ങളിലും വികസനങ്ങൾ എത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് കൊമ്മേരി വഴി കടന്നുപോകുന്ന റോഡ്. അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കൊമ്മേരിക്കാരുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്ര പ്രതിഷ്ഠ നാളെ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയും പ്രതിഷ്ഠാ കർമ്മത്തിന്റെ ഭാഗമാകും. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ പങ്കെടുക്കും. ചൈത്ര നവരാത്രിയുടെയും ഹിന്ദു പുതുവർഷത്തിന്റെയും തുടക്കം കുറിക്കുന്ന പ്രത്യേക മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം. പ്രതിഷ്ഠാകർമ്മത്തിനു മുന്നോടിയായി രാവിലെ 9 മണിക്ക് വൈദിക ചടങ്ങുകൾ ആരംഭിക്കും. 11-ന് രാഷ്ട്രപതി ക്ഷേത്ര സമുച്ചയത്തിൽ പ്രവേശിക്കും. തുടർന്നാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. കാശിയിലെ പ്രശസ്ത ആചാര്യനായ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ 51 വൈദികാചാര്യന്മാരാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, RSS സർക്കാര്യവാഹക് ദത്താത്രേയ ഹൊസബാലെ തുടങ്ങിയവരും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ശ്രീരാമക്ഷേത്രം നിർമ്മിച്ച 400 നിർമ്മാണ തൊഴിലാളികളെ ചടങ്ങിൽ രാഷ്ട്രപതി നേരിട്ട് ആദരിക്കും. സെൻട്രൽ സംസ്കൃത സർവകലാശാല സമ്മാനിച്ച 400 വർഷം പഴക്കമുള്ള വാൽമീകി രാമായണത്തിന്റെ കൈയെഴുത്ത് പ്രതി ക്ഷേത്ര സമുച്ചയത്തിൽ ഔദ്യോഗികമായി സ്ഥാപിക്കുകയും ചെയ്യും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അമ്മ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേദപണ്ഡിതർ നയിക്കുന്ന പൂജാകർമ്മങ്ങൾക്കൊപ്പം 7000-ലധികം അതിവിശിഷ്ട ക്ഷണിതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. അമൃതപുരിയിൽ നിന്നും സനാതനധർമ്മത്തിന്റെ ഹൃദയഭൂമിയായ അയോധ്യയിലെത്തിയ അമ്മയെ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ഭക്ത്യാദരപൂർവ്വം ആചാരപരമായി സ്വീകരിച്ചു. ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, വിശ്വഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര രക്ഷാധികാരി ദിനേശ് ചന്ദ്ര, ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര, സാംസ്കാരിക ഉപദേശക സമിതി അംഗമായ യതീന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്നാണ് അമ്മയെ ക്ഷേത്രത്തിലേക്ക് വരവേറ്റത്. അമ്മയോടൊപ്പം അയോധ്യയിലെത്തിയ മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി ശിഷ്യരും 1000-ഓളം വരുന്ന ആശ്രമ അന്തേവാസികളും പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അയോധ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന രാമരക്ഷായന്ത്രം കേവലം ഒരു ചിഹ്നമല്ലെന്നും അത് അഗാധമായ അറിവിന്റെയും തത്വത്തിന്റെയും പ്രതീകമാണെന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി അയോധ്യയിലെത്തിയ ദേശീയ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അമ്മ. വിഗ്രഹങ്ങളുടെ ആരാധനയും പ്രതിഷ്ഠയും പോലെ തന്നെ പ്രധാനമാണ് യന്ത്രസാധനയുമെന്ന് അമ്മ വ്യക്തമാക്കി. യന്ത്രം പ്രതിനിധീകരിക്കുന്നത് ആഴത്തിലുള്ള അറിവിനെയാണ്. അറിവിലധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ ഏത് സാഹചര്യത്തെയും സമ്മർദ്ദമില്ലാതെ നേരിടാൻ നമുക്ക് സാധിക്കുമെന്ന് അമ്മ പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളെ തളർച്ചയില്ലാതെ നേരിടാൻ സഹായിക്കുന്ന ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ഈ യന്ത്രമെന്നും അമ്മ വിശേഷിപ്പിച്ചു. മനുഷ്യനുള്ളിലെ ചൈതന്യത്തെ ഉണർത്താനാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകൾ നടത്തുന്നത് എന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. സരയൂ തീരത്ത് അമ്മയുടെ നേതൃത്വത്തിൽ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ഭക്തരും പങ്കെടുത്ത ധ്യാനവും ഭജനയും നടന്നു. തിരുവനന്തപുരം സെൻട്രലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം വൈകുന്നു. ആന്റണി രാജുവിന്റെ അയോഗ്യത നിലനിൽക്കുന്നതിനാൽ സ്വതന്ത്രരെ മത്സരിക്കാൻ നീക്കം നടത്തുകയാണ് LDF. ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആന്റണി രാജു നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്കാകും മുൻഗണന. BJPയുടെ 2ാം ഘട്ട പട്ടികയിലാകും തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക.
തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുമുന്നണിയും NDAയും ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ച UDF ആകട്ടെ ഘടകകക്ഷിയായ CMPക്ക് നൽകിയതിലൂടെ ജില്ലയിലെ കോൺഗ്രസ് ഘടകത്തിൽ നിന്ന് കടുത്ത വിയോജിപ്പും പ്രതിഷേധവുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഇടതുമുന്നണിയിലാകട്ടെ ഘടകകക്ഷിയായ ആന്റണി രാജുവിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. കേസിനെ തുടർന്നുണ്ടായ അയോഗ്യത മാറിക്കിട്ടാനായി കാത്തിരുന്ന ആന്റണി രാജുവിനും ഇടതുമുന്നണിക്കും ഹൈക്കോടതിയും വിധി ശരിവെച്ചതോടെ തിരിച്ചടിയായി. മണ്ഡലം ഘടകകക്ഷിയിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന ആവശ്യം CPM ജില്ലാ നേതൃത്വം ആദ്യമേ മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ ഘടകകക്ഷിക്ക് തന്നെ നൽകാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടിൽ ഇനി മണ്ഡലം LDF സ്വതന്ത്രരെ തേടുകയാണ്. സ്വതന്ത്രരോ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആന്റണി രാജു നിർദ്ദേശിക്കുന്ന ആളോ സ്ഥാനാർത്ഥിയാകും. നാളെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് LDFന്റെ നിർദ്ദേശം. ഇതിനിടെ BJPയും തിരുവനന്തപുരം സെൻട്രൽ ഒഴിച്ചിട്ടാണ് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചത്. മറ്റു പാർട്ടികളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വിമതരെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന അഭ്യൂഹം ആദ്യം പരന്നിരുന്നു. എന്നാൽ BJPയുടെ രണ്ടാം ഘട്ട പട്ടികയിൽ സെൻട്രലിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.